എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി ഫിസിക്സിലെ 14ാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓസിലേഷൻസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. കഴിഞ്ഞ പല ചാപ്റ്ററുകളിലായി പല തരത്തിലുള്ള മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് റെക്റ്റിലീനിയർ മോഷനാണ്. എന്തായിരുന്നു റെക്റ്റിലീനിയർ മോഷൻ? റെക്റ്റിലീനിയർ മോഷൻ നമുക്കറിയാം, മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനാണ്. അതിനുശേഷം നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ വളരെ വിശദമായി കണ്ടു. ഈ രണ്ട് മോഷനും ഒരു പ്രത്യേകതയുണ്ട്. ഈ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു മോഷനല്ല. പക്ഷേ ഈ രണ്ട് മോഷന് ശേഷം നമ്മൾ പഠിച്ചൊരു മോഷൻ ഉണ്ടല്ലോ, യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ്റെ പ്രത്യേകത ഇത് കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനെ ഒരു ഡെഫിനിറ്റ് ടൈം കഴിയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള മോഷൻസ് ആണ്. ദാറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് കോൾഡ് പീരിയോഡിക് മോഷൻ. സോ ആദ്യമേ ഓർക്കുക, a periodic motion means a motion that repeats itself after regular intervals of time. അപ്പോൾ പീരിയോഡിക് മോഷന് ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു എക്സാമ്പിൾ സർക്കുലർ മോഷനാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പെൻഡുലത്തിൻ്റെ മോഷൻ നിങ്ങൾക്ക് ഒരുപാട് പരിചയമുള്ള ഒരു മോഷനാണ്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ക്രേഡിലിൻ്റെ മോഷനും ഈ സ്വിങ്ങിൻ്റെ മോഷനും നമുക്ക് ഒരുപാട് പരിചയമുള്ള ഒരു മോഷനാണ്. ഈ മോഷനെ നമ്മൾ പറയുന്ന പേര് ഓസിലേറ്ററി മോഷൻ എന്നാണ്. ഇത്തരത്തിലുള്ള മോഷൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ വിശദമായി കാണാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സ്വിങ്ങിൻ്റെ മോഷൻ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. ഈ സ്വിങ് റെസ്റ്റിലാകുമ്പോൾ ഇതാണ് സ്വിങ്ങിൻ്റെ പൊസിഷൻ എന്ന് വിചാരിക്കും. ഈ പൊസിഷനിൽ സ്വിങ് റെസ്റ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ സ്വിങ്ങിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഫോഴ്സസ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല. ഈ പൊസിഷനെ നമുക്ക് മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയാം. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഞാൻ ഈ സ്വിങ്ങിനെ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഈ എ എന്ന പൊസിഷനിലേക്ക് ഞാൻ ഈ സ്വിങ്ങിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇതിനെ ഫ്രീ ആക്കിയാൽ ഇത് മീൻ പൊസിഷനിലേക്ക് മൂവ് ചെയ്യുമല്ലോ. സോ നൗ ദ സ്വിങ് ഈസ് മൂവിങ് ടുവേഴ്സ് ദ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിലേക്ക് പോകുമ്പോൾ ഈ സ്വിങ്ങിൻ്റെ സ്പീഡിന് എന്ത് സംഭവിക്കും? നമുക്കറിയാവുന്നതാണ്, മീൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ആ സ്വിങ്ങിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഈ മീൻ പൊസിഷൻ ക്രോസ് ചെയ്ത് സ്വിങ് ട്രാവൽ ചെയ്യും. Now we can see the swing is moving away from the mean position. ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴോ സ്വിങ്ങിൻ്റെ സ്പീഡ് കുറയും അല്ലേ. കുറഞ്ഞ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ വെലോസിറ്റി 0 ആയി മാറും. വീണ്ടും ആ സ്വിങ് മീൻ പൊസിഷനിലേക്ക് മൂവ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഫിഗറിൽ നിന്ന് ക്ലിയർ ആണ്, ദ സ്വിങ് ഈസ് മൂവിങ് എയ്തർ ടുവേഴ്സ് ദ മീൻ പൊസിഷൻ ഓർ എവേ ഫ്രം ദ മീൻ പൊസിഷൻ. ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് എ ടു ആൻഡ് ഫ്രോ മോഷൻ. And this motion is called oscillatory motion. ഈ ഓസിലേറ്ററി മോഷനിൽ ഈ മീൻ പൊസിഷനിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് കണ്ടിന്യൂസ് ആയി ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഇനി പറയാൻ പോകുന്ന പേര് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അപ്പോൾ മീൻ പൊസിഷനിൽ നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് 0 ആണ്. ഈ എക്സ്ട്രീം പൊസിഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമമായി മാറുന്നു. ആ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് എ എന്ന് മാർക്ക് ചെയ്യാം. ആൻഡ് ദാറ്റ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. നമ്മളിപ്പോൾ രണ്ട് തരത്തിലുള്ള മോഷനാണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് പീരിയോഡിക് മോഷൻ, രണ്ടാമത്തേത് ഓസിലേറ്ററി മോഷൻ. ഈ പീരിയോഡിക് മോഷനെയും ഓസിലേറ്ററി മോഷനെയും റിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയാം. അതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എവരി ഓസിലേറ്ററി മോഷൻ ഈസ് പീരിയോഡിക്, ബട്ട് എവരി പീരിയോഡിക് മോഷൻ need not be oscillatory. ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് നോക്കൂ. എവറി ഓസിലേറ്ററി മോഷൻ ഈസ് പീരിയോഡിക്. ഓസിലേഷൻ എന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷനാണ്. ഈ ടു ആൻഡ് ഫ്രോ മോഷൻ ഒരു ഗിവൻ ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓസിലേറ്ററി മോഷൻ ഈസ് എ പീരിയോഡിക് മോഷൻ. ദാറ്റ് പാർട്ട് ഈസ് റൈറ്റ്. സെക്കൻഡ് പാർട്ട് നോക്കൂ. എവറി പീരിയോഡിക് മോഷൻ നീഡ് നോട്ട് ബി ഓസിലേറ്ററി. എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി ആകണം എന്നില്ല എന്ന്. ശരിയല്ലേ? അത് നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ഏതാ? സർക്കുലർ മോഷനാണ്. സർക്കുലർ മോഷൻ പീരിയോഡിക് ആണ്, പക്ഷേ സർക്കുലർ മോഷൻ ഓസിലേറ്ററി മോഷൻ അല്ല. സോ ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. നമ്മൾ പീരിയോഡിക് മോഷൻ്റെ കേസിൽ കണ്ടല്ലോ, ഈ മോഷൻ ഒരു ഗിവൺ ടൈം ഇൻ്റർവെലിന് ശേഷം റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെ ദ സ്മോളസ്റ്റ് ടൈം ഇൻ്റർവെൽ ആഫ്റ്റർ വിച്ച് ദ മോഷൻ ഈസ് ഗെറ്റിംഗ് റിപ്പീറ്റഡ് ഈസ് കോൾഡ് ദ ടൈം പീരീഡ്. നമുക്കറിയാം ഹാലീസ് കോമറ്റിൻ്റെ ടൈം പീരീഡ് 76 ഇയേഴ്സ് ആണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഹാലീസ് കോമറ്റിൻ്റെ മൂവ്മെൻറ്റ് ഓരോ 76 ഇയേഴ്സിലും റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ്.
ടൈം പീരീഡ് എന്നത് ഒരു ടൈം ഡ്യൂറേഷനാണ്. അതുകൊണ്ട് സെക്കൻഡ് എന്ന SI യൂണിറ്റിലാണ് നമ്മൾ ടൈം പീരീഡിനെ മെഷർ ചെയ്യാറ്. നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് ദാറ്റ് ഒക്കർ ഇൻ യൂണിറ്റ് ടൈം ഈസ് കോൾഡ് ഫ്രീക്വൻസി. എത്ര റിപ്പീറ്റേഷൻസ് ആണോ ഒരു സെക്കൻഡിൽ ഒക്കർ ചെയ്യുന്നത്, ആ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് ഫ്രീക്വൻസി എന്ന്. നമുക്കിവിടെ ഫ്രീക്വൻസിക്ക് ന്യൂ എന്ന സിമ്പൽ ഉപയോഗിക്കാം. ഫ്രീക്വൻസിയുടെയും ടൈം പീരീഡിൻ്റെയും ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ ഫോം ചെയ്യിക്കാം. ദാറ്റ് ഈസ് T ഈക്വൽസ് 1/new. ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കണം. ഈ സെക്കൻഡ് ഇൻവേഴ്സിനെ നമ്മൾ ഹെഡ്സ് എന്നാണ് റെപ്രസെൻ്റ് ചെയ്യാറ്. ആംഗുലാർ ഫ്രീക്വൻസി നമ്മൾ ഇതിനു മുമ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ന്യൂ എന്നത് ലീനിയർ ഫ്രീക്വൻസി ആണെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ഈസ് ഡിഫൈൻഡ് ആസ് ഒമേഗ ഈക്വൽസ് 2π/new. സർക്കുലർ മോഷനിൽ നമ്മൾ കണ്ട ഈ റിലേഷൻസ് ഒക്കെ ഓസിലേറ്ററി മോഷനിലും ആപ്ലിക്കബിൾ ആണ്. ഓസിലേറ്ററി മോഷന് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്കറിയാം. പെൻഡുലം, ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് ഓസിലേഷനാണ്. സ്വിങ്ങിൻ്റെ മൂവ്മെൻറ്റ് ഓസിലേഷനാണ്. ഒരു ഗിറ്റാർ സ്ട്രിങ്ങിൻ്റെ മൂവ്മെൻറ്റോ അത് നമ്മൾ ഓസിലേഷൻ എന്ന് പറയാറില്ല, അതിന് നമ്മൾ വൈബ്രേഷൻ എന്നാണ് പറയാറ്. ബേസിക്കലി ഓസിലേഷനും വൈബ്രേഷനും ഒന്ന് തന്നെയാണ്, ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് മാത്രം. ഈ മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റിൻ്റെ ഫ്രീക്വൻസി ലോ ആണെങ്കിൽ നമ്മളതിനെ ഓസിലേഷൻ എന്നും, വളരെ റാപ്പിഡായിട്ട് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളതിനെ ഓസിലേഷൻ എന്ന് പറയാറില്ല, പകരം വൈബ്രേഷൻ എന്ന് പറയുന്നു എന്ന് മാത്രം. ഫ്രീക്വൻസിയും ടൈം പീരീഡുമായിട്ടുള്ള റിലേഷൻ ഒന്ന് അറിയുന്നതിന് വേണ്ടി നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ എഴുതൂ. ഓൺ ആൻ ആവറേജ് a human heart is found to beat 75 times in a minute. Calculate its frequency and period. നോക്കൂ, അവർ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഹ്യൂമൻ ഹാർട്ട് ആവറേജ് 75 ടൈംസ് ബീറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഇൻ 1 minute. ഇഫ് സോ വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? നമുക്കറിയാം ഫ്രീക്വൻസി എന്നത് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന റിപ്പീറ്റേഷൻസിൻ്റെ നമ്പറാണ്. ഇവിടെ 75 ടൈംസ് ആണ് ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നത് ഇൻ 1 minute. ഇഫ് സോ ഇൻ 1 second ഹൗ മെനി റിപ്പീറ്റേഷൻസ് ആർ ഹാപ്പനിങ്? ഇതാണ് ഫ്രീക്വൻസി. സോ വി ക്യാൻ കാൽക്കുലേറ്റ് ഫ്രീക്വൻസി ആസ് ന്യൂ ഈക്വൽസ് 75 divided by 60 and this is equal to 1.25 hertz. Now we have to calculate the time period and we know time period is the reciprocal of frequency, or T equals 1/1.25 which is equal to 0.8 second. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന വേർഡ് നമ്മൾ ഒരുപാട് മുൻപേ കാണുന്ന ഒന്നാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം, ചേഞ്ച് ഇൻ പൊസിഷൻ വെക്ടർ ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഹിയർ എനി ഫിസിക്കൽ പ്രോപ്പർട്ടി ദാറ്റ് ചേഞ്ച് വിത്ത് ടൈം ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. മുമ്പൊക്കെ പൊസിഷനിലുണ്ടാവുന്ന ചേഞ്ചിനെ മാത്രമാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങനെയല്ല, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുവെങ്കിൽ ആ ക്വാണ്ടിറ്റിയെ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ക്ലിയർ ആകും. ഒരു ഹൊറിസോണ്ടൽ സർഫസിലൂടെ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റീൽ ബോൾ ഇമാജിൻ ചെയ്യൂ. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ബോളിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടിന്യൂസ് ആയി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ വി ക്യാൻ സേ ഡിസ്റ്റൻസ് ടു ദ ബോൾ ഫ്രം ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. This distance is called displacement here. സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഓസിലേറ്റിംഗ് സിമ്പിൾ പെൻഡുലം കാണാം. See, the thread of the pendulum is making some angle with the vertical. ഈ ആംഗിൾ കോൺസ്റ്റൻ്റ് ആണോ നോക്കൂ. പെൻഡുലം ഓസിലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ആംഗിൾ കണ്ടിന്യൂസ് ആയി വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദിസ് ആംഗിൾ ഈസ് കോൾഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു AC സർക്യൂട്ടിലെ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് കണ്ടിന്യൂസ് ആയി വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഇൻ ദിസ് കേസ് വോൾട്ടേജ് ഈസ് ടേക്കൺ ആസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ഒരു മീഡിയത്തിലൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ആ മീഡിയത്തിലെ പ്രഷർ കണ്ടിന്യൂസ് ആയി വേരി ചെയ്യും എന്ന് നമുക്കറിയാം. സോ ഈ സിറ്റുവേഷനിൽ പ്രഷറിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് പോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും കണ്ടിന്യൂസ് ആയി വേരി ചെയ്യും. So electric and magnetic fields are the displacement in the propagation of light. ഇങ്ങനെ ഒരു ജനറൽ സെൻസിലാണ് ഇനി മുതൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മീൻ ചെയ്യുന്നത്. നമുക്ക്
ഇനി ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ ഒന്ന് മാത്തമെറ്റിക്കലി എക്സ്പ്രസ് ചെയ്യണം. So the displacement can be mathematically expressed as f of t equals a cos omega t. ആ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത് നോക്കൂ. ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈം. അത് ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു, അത് ഡിസ്റ്റൻസ് ആവാം, ആംഗിൾ ആവാം, വോൾട്ടേജ് ആവാം, പ്രഷർ ആവാം, അങ്ങനെ ജനറലി ഏത് ക്വാണ്ടിറ്റി വേണമെങ്കിലും അതിനാകാൻ പറ്റും. That f of t equals a cos omega t. നമുക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് ഇതിനെ നമ്മളൊരു കോസ് ഫംഗ്ഷനായി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ്. അതിനായി കോസ് ഒമേഗ ടി എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫിക്കൽ വേരിയേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കോസ് ഒമേഗ ടിയുടെ മാക്സിമം വാല്യൂ നോക്കൂ, അത് +1 ആണ് അല്ലേ. മിനിമം വാല്യൂയോ ഇറ്റ് ഈസ് -1. സോ വി ക്യാൻ സേ ദിസ് ഫംഗ്ഷൻ ഈസ് ഓസിലേറ്റിംഗ് ഇൻ ബിറ്റ്വീൻ +1 ആൻഡ് -1. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് കോസ് എന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല റീസൺ, നമ്മുടെ ഓസിലേഷൻ എന്ന ടു ആൻഡ് ഫ്രോ മോഷൻ ഒരു ലിമിറ്റഡ് മോഷനാണ്. +aയ്ക്കും -aയ്ക്കും ഇടയിലുള്ള ഒരു ലിമിറ്റഡ് മോഷനാണ് ഓസിലേഷൻ. കോസ് ഒമേഗ ടിയുടെ പ്രത്യേകത നോക്കൂ, അത് +1നും -1നും ഇടയിലുള്ള ഒരു ലിമിറ്റഡ് മോഷനാണ്. രണ്ടാമത്തേത് 2π എന്ന ആംഗിൾ ഇൻക്രീസ് ചെയ്താൽ കോസിൻ്റെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തു പോകുന്നതായി നിങ്ങൾക്ക് കാണാം. ഓസിലേറ്ററി മോഷനും അങ്ങനെയാണ്, ഒരു ഗിവൺ ടൈമിന് ശേഷം ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ കോസ് ഒമേഗ ടി എന്ന ഒരു കൊസൈൻ ഫംഗ്ഷനായി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എന്തായിരിക്കും ഈ എ എന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ ആണ്. ദാറ്റ് മാക്സിമം വാല്യൂ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. ഈ പ്രോപ്പർട്ടി കോസിന് മാത്രമല്ല സൈനിനുമുണ്ട്. സൈനിൻ്റെ ഗ്രാഫ് നോക്കൂ നിങ്ങൾ. സൈൻ വാല്യൂവും +1നും -1നും ഇടയിൽ ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ്. ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈൻ ഒമേഗ ടിയുടെ വാല്യൂവും +1നും -1നും ഇടയിൽ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. 2π എന്ന ആംഗിൾ കഴിയുമ്പോൾ സൈനിൻ്റെ വാല്യൂസും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് f of t equals b sin omega t എന്ന ഫോമിലും റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഓസിലേഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ a cos omega t എന്നോ b sin omega t എന്നോ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ്സിൻ്റെയും കൂടി കോമ്പിനേഷനായും നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് f of t can be a cos omega t plus b sin omega t. നമുക്കറിയേണ്ടത്, ഇങ്ങനെ ഒരു സൈൻ ഫംഗ്ഷൻ്റെയും കൊസൈൻ ഫംഗ്ഷൻ്റെയും കൂടി സമ്മായി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. അതിനായി നമുക്ക് ഈ എ ബി എന്നീ രണ്ട് കോൺസ്റ്റൻസിനെ ഒന്ന് റീപ്ലേസ് ചെയ്യാം. ഞാനിതിനെ എക്ക് പകരം d cos phi എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് ലെറ്റ്സ് അസ്യൂം b equals d sin phi. Here d and phi are two constants. ഈ രണ്ട് വാല്യൂസും കൂടി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ യു വിൽ ഗെറ്റ് f of t equals d cos phi cos omega t plus d sin phi sin omega t. ആ d ഒന്ന് കോമൺ എടുത്ത് എഴുതാം. സോ f of t equals d sin omega t plus phi. അപ്പോൾ സൈനിൻ്റെയും കോസിൻ്റെയും കൂടി ഈ കോമ്പിനേഷനെയും നമുക്കൊരു സൈൻ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷനിൽ നിന്നും ക്ലിയറായി നമുക്ക് മനസ്സിലാവുന്നത് ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് d ആണ് എന്നതാണ്. അപ്പോൾ ഈ d നമ്മളിനി കാൽക്കുലേറ്റ് ചെയ്യണം ഇൻ ടേംസ് ഓഫ് a ആൻഡ് b. ഫോർ ദാറ്റ് യു കൺസിഡർ അവർ ഇക്വേഷൻസ് a equals d cos phi ആൻഡ് b equals d sin phi. ഈ ഇക്വേഷൻസിൽ നിന്നും ഫൈ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസും ഒന്ന് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് നോക്കൂ നിങ്ങൾ. സോ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഈക്വൽസ് d സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ. നമുക്കറിയാം ഈ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന ടേമിൻ്റെ വാല്യൂ 1 ആണ്. സോ യു വിൽ ഗെറ്റ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഈക്വൽ ടു d സ്ക്വയർ ഓർ d ഈക്വൽസ് റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻസ് കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് tan phi ഈക്വൽസ്
ബി ഡിവൈഡഡ് ബൈ എ. സോ ഇവിടെ നിന്നും ഡിസ്പ്ലേസ്മെൻറ്റിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. ഇഫ് യു ആർ റെപ്രസെൻറ്റിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എഫ് ഓഫ് ടി ഈക്വൽസ് എ കോസ് ഒമേഗ ടി, എ വിൽ ബി ദി ആംപ്ലിറ്റ്യൂഡ്. ആൻഡ് ഇഫ് യു റൈറ്റ് എഫ് ഓഫ് ടി ഈക്വൽസ് ബി സൈൻ ഒമേഗ ടി, the amplitude will be b. And when you are writing the displacement as f of t equals a cos omega t plus b sin omega t, the amplitude is root of a square plus b square. ഈ മൂന്ന് റിലേഷൻസ് ഓർത്തു വയ്ക്കുക. ഈ ഓസിലേറ്ററി മോഷനെ ഒരു റിയൽ സിറ്റുവേഷനിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ഒക്കെ ഒന്ന് ഡിറ്റർമിൻ ചെയ്യാൻ ശ്രമിക്കാം. ഒരു സിറ്റുവേഷൻ എഴുതും. എ ബോട്ട് അറ്റ് ആങ്കർ മൂവ്സ് അപ്പ് ആൻഡ് ഡൗൺ വിത്ത് ദ വേവ്സ്. ആങ്കർ ചെയ്തിരിക്കുന്ന ഒരു ബോട്ട്, വേവ്സിനോടൊപ്പം ദിസ് ബോട്ട് ഈസ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ എന്ന്. ദ ബോട്ട് മൂവ്സ് 6 centimeter above and 6 centimeter below its equilibrium position. And it makes one complete up and down cycle in every 5 seconds. What are the amplitude, period, frequency and angular frequency of motion? ഇതൊരു വളരെ ഡയറക്റ്റായ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ദ ബോർഡ് മൂവ്സ് 6 centimeter above and 6 centimeter below the equilibrium position. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്ത് തുടങ്ങുക. ഇവിടെ നമുക്ക് കാണാം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മാക്സിമം വാല്യൂ 6 centimeter ആണ്. സോ ദി ആംപ്ലിറ്റ്യൂഡ് ഈസ് 6 centimeter. ദാറ്റ് ഈസ് ആൻസർ ടു ദ ഫസ്റ്റ് പാർട്ട്. ദെൻ വാട്ട് ഈസ് ദ സെക്കൻഡ് പാർട്ട്? വാട്ട് ഈസ് ദ ടൈം പീരീഡ്? ക്വസ്റ്റ്യൻ വായിച്ച് നോക്കൂ. ദ ബോട്ട് മേക്സ് വൺ കംപ്ലീറ്റ് അപ്പ് ആൻഡ് ഡൗൺ സൈക്കിൾ ഇൻ എവറി 5 seconds. ഒരു അപ്പ് ആൻഡ് ഡൗൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ പീരീഡ് എന്ന് പറഞ്ഞത്. സോ ഡയറക്ട്ലി ദേ ആർ ഗിവിങ് യു ദ പീരീഡ് ഈക്വൽസ് 5 seconds. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫ്രീക്വൻസി. വി നോ ഫ്രീക്വൻസി ന്യൂ ഈക്വൽസ് 1/t. യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ 1/5 വിച്ച് ഈസ് ഈക്വൽ ടു 0.2 Hz. അല്ലേ? ഒരു പാർട്ട് കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ആംഗുലാർ ഫ്രീക്വൻസി. We know the equation for angular frequency, omega equals 2 pi nu. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ന്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ചെയ്ത് നോക്കൂ. സോ ഒമേഗ ഈക്വൽസ് 2 ഇൻറ്റു 3.14 ഇൻറ്റു 0.2 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. യു വിൽ ഗെറ്റ് ദി ആംഗുലാർ ഫ്രീക്വൻസി ആസ് 1.26 റേഡിയൻസ് പെർ സെക്കൻഡ്. നമ്മൾ ഓസിലേഷൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിനെ മാത്തമെറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്തിരുന്നു അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ നന്നായി പരിചയപ്പെടേണ്ടതുണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനെ ഒന്ന് നന്നായി അറിയുന്നതിന് വേണ്ടി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ ആ ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഓഫ് ടൈം represent A. periodic and B. non-periodic motion? Give the period for each case of periodic motion. Omega is any positive constant. Functions എഴുതും. Number 1, sin omega t plus cos omega t. Number 2, sin omega t plus cos 2 omega t plus sin 4 omega t. And number 3, e raised to minus omega t. And number 4, log omega t. എഴുതിയില്ലേ? ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? ഇവിടെ അവർ 4 ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഈ 4 ഫങ്ഷൻസിൽ ഏതൊക്കെ ഫങ്ഷൻസാണ് പീരിയോഡിക് മോഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ഫങ്ഷൻസാണ് നോൺ പീരിയോഡിക് എന്നാണ് ക്വസ്റ്റ്യൻ. പീരിയോഡിക് ഫങ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കൂ, ഫസ്റ്റ് ഫങ്ഷൻ നോക്കൂ. എഫ് ഓഫ് ടി ഈക്വൽസ് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി.
നമുക്കറിയാം സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി എന്ന ഫോമിൽ നമുക്കൊരു പീരിയോഡിക് ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ദിസ് എ പീരിയോഡിക് ഫംഗ്ഷൻ. ഈ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ടൈം പീരീഡ് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായി ഈ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഒരു ജനറൽ ഫോം നമ്മൾ മുമ്പ് കണ്ടിരുന്നു അല്ലേ? അതെന്തായിരുന്നു? എഫ് ഓഫ് ടി ഈക്വൽസ് എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഇത് രണ്ടും കൂടി ഒന്ന് കമ്പയർ ചെയ്തേ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ? യാ, എ ഈക്വൽസ് 1. വാട്ട് ഈസ് ബി? യെസ്, ബി ഓൾസോ ഈസ് 1. ഈ ഫംഗ്ഷനെ നമുക്ക് എഫ് ഓഫ് ടി ഈക്വൽസ് ഡി സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന ഫോമിലും റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടതാണ്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡി ഹിയർ? ഡി ഈക്വൽസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ദാറ്റ് ഈസ് ഡി ഈക്വൽസ് റൂട്ട് ഓഫ് 1 പ്ലസ് 1 ഓർ ഡി ഈക്വൽസ് റൂട്ട് 2. 5യുടെ വാല്യൂ കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത്. വി ഹാവ് ദ ഇക്വേഷൻ tan phi equals b by a or phi equals tan inverse of b by a. b and a are 1. So we get phi equals tan inverse 1 and you know tan inverse 1 is pi by 4. ഈ വാല്യൂസ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ചെയ്ത് നോക്കൂ. എഫ് ഓഫ് ടി ഈക്വൽസ് ഡി, ഡിയുടെ വാല്യൂ നമുക്കിപ്പോൾ കിട്ടി റൂട്ട് 2. സോ എഫ് ഓഫ് ടി ഈക്വൽസ് റൂട്ട് 2 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 4. നമുക്കറിയാവുന്നത് ഈ ഒമേഗ ടിയോടൊപ്പം ഒരു 2π കൂടി ആഡ് ചെയ്താലും ഫംഗ്ഷൻ്റെ വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. സൈനിൻ്റെയും കോസിൻ്റെയും പ്രോപ്പർട്ടി ആയിട്ട് നേരത്തെ നമ്മൾ കണ്ടതാണത്. അതുകൊണ്ട് തന്നെ ഒമേഗ ടിയോടൊപ്പം നമുക്കൊരു 2π കൂടി ആഡ് ചെയ്യാം. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് എഫ് ഓഫ് ടി ഈക്വൽസ് റൂട്ട് 2 സൈൻ ഒമേഗ ടി പ്ലസ് 2π പ്ലസ് പൈ ബൈ 4. നമുക്കറിയേണ്ടത് എത്ര ടൈമിന് ശേഷമാണ് എഫ് ഓഫ് ടിക്ക് ഇതേ വാല്യൂ തന്നെ വരുന്നത് എന്നാണ്. അതിനുവേണ്ടി ഈ രണ്ട് ടേമിൽ നിന്നും നമുക്ക് ഒമേഗ ഒന്ന് കോമൺ എഴുതി നോക്കിയാലോ? സോ എഫ് ഓഫ് ടി ഈക്വൽസ് റൂട്ട് 2 സൈൻ ഒമേഗ ഇൻറ്റു ടി പ്ലസ് 2π ബൈ ഒമേഗ പ്ലസ് പൈ ബൈ 4. ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ടേം നോക്കൂ, ടി പ്ലസ് 2π ബൈ ഒമേഗ. അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കൂ. 2π ബൈ ഒമേഗ എന്ന ടൈം കഴിഞ്ഞാലും എഫ് ഓഫ് ടിയുടെ വാല്യൂ സെയിം തന്നെയായിരിക്കും. ദാറ്റ് മീൻസ് 2π ബൈ ഒമേഗ ഇസ് ദ ടൈം പീരീഡ്. സോ വി ആർ ഗെറ്റിംഗ് ദ ഇക്വേഷൻ ഫോർ ദ ടൈം പീരീഡ് ടി ഈക്വൽസ് 2π ബൈ ഒമേഗ. നമുക്കിനി അടുത്ത ഫംഗ്ഷനിലേക്ക് പോകാം. എഫ് ഓഫ് ടി ഈക്വൽസ് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് 2 ഒമേഗ ടി പ്ലസ് സൈൻ 4 ഒമേഗ ടി. ഇവിടെയും സൈനിൻ്റെയും കോസിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻസ് തന്നെയാണ്. അതുകൊണ്ട് ഉറപ്പായും ഇതും പീരിയോഡിക് ആയിരിക്കും. പക്ഷേ 3 ടേമിനും 3 ആംഗുലാർ ഫ്രീക്വൻസിയാണ്. സോ ടൈം പീരീഡ് വിൽ ബി ഡിഫറെൻറ്റ്. ഈ സൈൻ ഒമേഗ ടി എന്ന ഫസ്റ്റ് ടേമിൻ്റെ ടൈം പീരീഡ് എന്തായിരിക്കും? ആ ടൈം പീരീഡിനെ നമുക്ക് T0 എന്നെടുക്കാം. സോ T0 ഈക്വൽസ് 2π ബൈ ഒമേഗ. If so, what is the time period of the second term cos 2 omega t? It is t equals 2π divided by 2 omega. That is equal to T0 by 2. What is the time period of the last term? Sin 4 omega t. That is t equals 2π divided by 4 omega, which is T0 by 4. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 3 ഫങ്ഷൻസും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യുന്നത് T0 എന്ന ടൈമിലാണ്. ദ സെക്കൻഡ് ഫംഗ്ഷൻ റിപ്പീറ്റ്സ് ആഫ്റ്റർ എവറി T0 by 2 ആൻഡ് ദ തേർഡ് ഫംഗ്ഷൻ റിപ്പീറ്റ്സ് ഇൻ എവറി T0 by 4 seconds. അപ്പം 3 ഫംഗ്ഷനും കൂടി റിപ്പീറ്റ് ചെയ്യുന്ന മിനിമം ടൈം T0 ആണ്. സോ T0 ഈക്വൽസ് 2π by omega is the time period of the displacement. Now you come to the third function. Third function is e raised to minus omega t. ഈ e raised to minus omega t യുടെ ഗ്രാഫ് ഇതുപോലെയാണ് കിട്ടുക. ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് e raised to minus omega t യുടെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യുകയില്ല. സോ ദിസ് ഈസ് നോൺ പീരിയോഡിക്. What about the last function?
the value of log omega t will continuously increase with t and that function also will never repeat. So that function also is non-periodic. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പീരിയോഡിക് മോഷനും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പീരിയോഡിക് മോഷനായ ഓസിലേഷനുമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ്. മറ്റൊരു തരത്തിലുള്ള സിമ്പിളായ ഒരു പീരിയോഡിക് മോഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.